ഇതെന്താ ചേച്ചി ഇത്? സത്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല മോനെ. നിന്നോട് ഞാൻ നുണ പറയില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ചേച്ചി അത് പ്രത്യേകിച്ച് പറയണോ? അതെനിക്കറിയാം. എന്റെ പൊന്നനിയ, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ പാർട്ടി പറഞ്ഞപ്പോ ഞാൻ നിന്റെ കസേര കയറിയിരുന്നത്. നീ അസുഖം മാറി തിരിച്ചെത്തുമ്പോ നിന്റെ മന്ത്രി കസേര വേറെ ആരും കൊണ്ടുപോകാൻ ഇടവരുത്തരുത്. അതാ ഞാൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എറിയണമെന്ന പ്ലാനില് ആ കസേര കയറിയിരുന്നത്. പക്ഷേ ആ കസേര എനിക്ക് വേണ്ടി പണിത മരക്കുരിശാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, 10,000 ചതിക്കുടികൾ ഒരുക്കിയ ഒരു പ്രത്യേക ലോകമാണ് രാഷ്ട്രീയ ലോകം. നമ്മളിരിക്കുന്ന കസേരയും മേശയും മുമ്പിലുള്ള കസേരകളും ഓരോരോ പാരകളാണെന്ന് കരുതണം. ചേച്ചി ഒരു നിഷ്കളങ്കയല്ലേടാ. എനിക്കിത് വല്ലതും അറിയായിരുന്നു. ചേച്ചി മിനിസ്റ്ററാവാൻ തീരുമാനിച്ചപ്പോ വാസ്തവത്തിൽ എനിക്ക് ബോധമില്ലായിരുന്നു. ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതിനെ അനുവദിക്കില്ലായിരുന്നു. ബോധം ഉണ്ടായിരുന്നെങ്കിൽ അത്തരം സ്ഥാനമാനങ്ങളൊന്നും നീ എനിക്ക് തരില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതല്ലേ നിന്നെ കിടത്താൻ ഞാൻ കൂട്ടുനിന്നത്. ചേച്ചിക്ക് ഈ ഭരണകാര്യങ്ങളിലൊന്നും നല്ല പരിചയമില്ല. ഇതുപോലുള്ള ചില ഏടാകൂടങ്ങളിൽ പോയി വീഴാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ജയനെ മാറ്റി നിർത്തിയിട്ട് രാജുവിനെ പിയാക്കാൻ പറഞ്ഞത്. അപ്പോ ചേച്ചി അവനോടുള്ള വൈരാഗ്യം വെച്ച് അവനെ അകറ്റി നിർത്തി. രാജു ചേച്ചിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഇതുപോലുള്ള ബർമുഡ ട്രയങ്ങളിലൊന്നും പോയി വീഴില്ലായിരുന്നു. ഒരു മതില് പോലെ നിന്ന് ചേച്ചിയെ രക്ഷിച്ചനവൻ. പിന്നെ ഒരു മതില്. ഞാൻ ഇതുപോലുള്ള പല ആപത്തുകളിലും പലപ്പോഴും ചെന്ന് പെടുമായിരുന്നു. അവിടെ നിന്നൊക്കെ എന്നെ രക്ഷിച്ചത് നമ്മുടെ രാജുവാ. ചേച്ചി, ഇതൊരു ചതി തന്നെയാ. പക്ഷേ ആരായിരിക്കും ഈ ചതിക്ക് പിന്നിൽ? ആ അനന്തം പിള്ളയ്ക്ക് ഇതിലെന്തെങ്കിലും റോളുണ്ടോ? ഏയ്, അയാൾ നിന്റെ മിത്രമായ ശേഷം എന്നോട് യാതൊരു ശത്രുതയും കാണിച്ചിട്ടില്ല. എന്നെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചപ്പോ എതിർത്തതുമില്ല. പിന്നെ ആരായിരിക്കും ഈ ചതിയുടെ പിന്നിൽ? ചേച്ചിക്ക് അറിയില്ല മോനെ. ഇലക്ഷനൊക്കെ വരുമല്ലേ, അത് മുന്നിൽ കണ്ട് ആരോ ഒരിക്കൽ ചതിയായത്. എന്തായാലും IG ലെവലുള്ള സുപ്പീരിയർ ഓഫീസേഴ്സ് ആയിരിക്കും ചേച്ചി ചോദ്യം ചെയ്യുക. ചേച്ചി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാ. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഞാനിപ്പോ മറ്റൊരു പ്രശ്നത്തിലാ ചേച്ചി. രാജുവും കുടുംബം ഇപ്പൊ പരിപാടിയില്ല. ആ രുക്മിണിയില്ലേ, അവരാ വീട് ഒരു റൗഡി ഭാസ്കറിന് വിറ്റു. അവനോടത് എങ്ങനെ തിരികെ വാങ്ങും? അവനെ പെരുവഴി ആധാരമാക്കിയതിന്റെ പിന്നില് ഞാനാടാ. നിന്റെ പദ്ധതിയൊന്നും നടക്കാൻ പോകുന്നില്ല. ആ ചേച്ചി സമാധാനിട്ടിരിക്കുക, ഞാൻ പോയിട്ടാ. നിനക്കും നിന്റെ മകൾക്കും അവളെ കെട്ടിയെടുത്ത ആ രാജുവിനും അവന്റെ കുടുംബക്കാർക്കും ഞാൻ ഒരു സമാധാനവും കൊടുക്കില്ല. അതിപ്പോ ഞാൻ സെൻട്രൽ ജയിലിൽ കിടന്നാലും അതിനുള്ള പ്ലാനൊക്കെ ഞാൻ ഒരുക്കൂടാ.